ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ തിരുക്കുറൾ അതിന്റെ ഏടുകൾ പരിശോധിക്കുകയാണ്. അതിന്റെ 5-ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഗൃഹസ്ഥാശ്രമം. ഈ അറിവ് നമ്മളിലേക്ക് പകർന്നു തരുന്ന മോഹൻദാസ് സാറാണ്. സാറ് തീർച്ചയായിട്ടും ഓരോ കുറളുകളും കൃത്യമായി മനസ്സിലാക്കി അതിന്റെ അർത്ഥം ഇംഗ്ലീഷിലും തമിഴിലും അതേപോലെ തന്നെ മലയാളത്തിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി തരികയാണ്. ഒരുപക്ഷെ തമിഴ്നാടിന്റെ ആ വേദഗ്രന്ഥം കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലേക്ക് എത്ര ദുഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ അത്രമാത്രം കൃത്യമായിട്ട് മോഹൻദാസ് സാറിലൂടെ നമുക്ക് കേൾക്കാം. നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെ. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. ആദ്യമായിട്ട് ബാബു സാറിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, എന്നെക്കാളും മുതിർന്നവരാണ്, അവർക്ക് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. നമുക്കറിയാവുന്ന ഒരു അറിവ് അങ്ങോട്ട് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നല്ലോ എന്നുള്ളത്. എന്നെക്കാളും ഗുരുക്കന്മാരായിട്ട് ഞാൻ നമസ്കരിക്കേണ്ട ആൾക്കാരാണ്. അവർക്ക് പോലും എന്നിൽ നിന്ന്, എൻ്റെ അറിവിൽ നിന്ന് കുറച്ച് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിന്റെ തുടക്കം കുറിച്ചത് അനുവിന്ദ ബാലനാണ്. അവരുടെ ആ ഒരു ചെറിയൊരു ആഗ്രഹമായിരുന്നു, ആ തിരുക്കുറളിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം, തമിഴിലും മലയാളത്തിലും പറഞ്ഞു തരണം എന്ന്. അവരുടെ ഒരു ചെറിയൊരു ആഗ്രഹമായിരുന്നു ഇതിന്റെ തുടക്കം. അത് 4 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ 40 തിരുക്കുറൾ ഈരടികൾ നമ്മൾ ഇതുവരെ നോക്കി. അതായത് തിരുക്കുറൾ ഒന്ന് ധർമ്മം, പിന്നെ അർത്ഥം, കാമം. അതിൽ നമ്മൾ ആദ്യത്തെ ധർമ്മത്തെ കുറിച്ചായിരുന്നു നമ്മളത് ഇതുവരെ നോക്കി വന്നത്. അവരുടെ അച്ഛൻ വിളിച്ചത് പിന്നെ വിളിക്കാൻ പറയും. അതിൽ തന്നെ തുടക്കത്തിലെ 4 അധ്യായങ്ങൾ മംഗളാചരണത്തെ കുറിച്ചായിരുന്നു. മംഗളാചരണത്തിൽ തന്നെ ആദ്യം ദൈവസ്തുതിയായിരുന്നു. ദൈവസ്തുതിയിലെ ഒരു ഈരടികൾ ഞാൻ പറയുകയാണ്. എല്ലാ ഭാഷകളിലും, ലോകത്തിലെ എത്ര ഭാഷകളുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കാവുന്ന ഭാഷകൾ ഏതായിക്കോട്ടെ, അതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് അകാരം എന്ന അക്ഷരമാണ്. അതേപോലെ ഈ പ്രപഞ്ചത്തിന്റെ തുടക്കവും ആദി ഭഗവാനാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ അതിന്റെ വിവേചനമോ ഒന്നും പറയുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്ന, സൃഷ്ടകർത്താവ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അത് ആദി ഭഗവാൻ. അത് നിങ്ങൾ ഏത് നാമത്തിൽ വിളിച്ചാലും ഏത് രൂപത്തിൽ കണ്ടാലും അക്ഷരമാലകൾക്ക് ആകാരമുള്ളതുപോലെ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന് തുടക്കം ആദി ഭഗവാനാണ് എന്ന് പറഞ്ഞ്, അതോടൊപ്പം തന്നെ വീണ്ടും അതിനെ ശ്രേഷ്ഠമായ രീതിക്ക് അവതരിപ്പിക്കാൻ 9 ഈരടികൾ ചേർത്തിട്ട് 10 ഈരടികൾ തിരുവള്ളുവർ പറഞ്ഞായിരുന്നു. പിന്നെ ദൈവസ്തുതി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനമാണ് മഴ. ആ മഴയെക്കുറിച്ച് വർഷ പ്രശസ്തി എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു, ആ മഴ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രകൃതി തരുന്ന ആ ഒരു അനുഭവം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകം തന്നെ നിലനിൽക്കില്ല. അതുകൊണ്ട് അതിന്റെ മഹത്വം എന്തൊക്കെയാണ്, അതിലൊരു വളരെ ഈരടിയായിട്ട് പറഞ്ഞതാണ്, നമുക്ക് ഭക്ഷിക്കാനും അത് തന്നെ ജലം തന്നെ ഒരു ആഹാരമായിട്ട് നമുക്ക് മാറും, ജീവനെ നിലനിർത്താനുള്ള ഒരു ആഹാരമായിട്ട് മാറുന്നുണ്ട്. പിന്നെ മറ്റ് ആഹാര പദാർത്ഥങ്ങൾ പാകം ചെയ്യാനും അത് തന്നെ ഒരു പദാർത്ഥമായിട്ട് മാറുന്നുണ്ട്. പിന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ജലമില്ലാതെ ജീവൻ നിലനിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. ദൈവത്തിന്റെ അടുത്ത സ്ഥാനത്തായിട്ട് മഴയെ കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മുൻഗാമികൾ, നമുക്ക് മുൻപേ ജനിച്ചവരും നമുക്ക് ശേഷം ഇനി ജനിക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ നോക്കിയിട്ട് അതില് അവരെയൊക്കെ ആ സന്യാസി മഹിമ, അതായത് ഋഷീശ്വരന്മാർ എന്ന് വിശ്വസിക്കാവുന്ന പുണ്യാത്മാക്കൾ ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് 3-ാമത്തെ അധ്യായമായിട്ട് അദ്ദേഹം സന്യാസത്തെ കുറിച്ച്, അതിന്റെ മഹിമയെ കുറിച്ചും പറയും. സന്യാസം എന്ന് പറഞ്ഞാല് ഇവിടെ പറയുന്നത് ഈ ലോകം വിട്ടുപോയവർ, ഈ ഭൂമിയിൽ ജീവിച്ച് വിട്ടുപോയവർ. എന്നിട്ട് ഒരു ഈരടിൽ കൂടി പിന്നെ കവി പറയുന്നുണ്ട്, അങ്ങനെ ഇവിടെ ജനിച്ച് വളർന്ന് ഇവിടെ വിട്ടുപോയ, എങ്കിൽ മരണപ്പെട്ടു പോയവരുടെ
ആ പുണ്യാത്മാക്കളുടെ സംഖ്യ എടുക്കുകയാണെങ്കിൽ ഈ മണ്ണിൽ ജനിച്ച് മരിച്ചവരെ കാലൊക്കെ വളരെ വളരെ കൂടുതലായിരിക്കും എന്ന് പറയും. അത് കഴിഞ്ഞ് നാലാമത്തേത് പറഞ്ഞ ധർമ്മമാഹാത്മ്യം. ധർമ്മം എന്താണ്, അതിൻ്റെ ശ്രേഷ്ഠതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ധർമ്മം അനുഷ്ഠിക്കണം എന്ന്, അങ്ങനെ 4 അധ്യായങ്ങളും ഇതുവരെ നമ്മൾ നോക്കിയായിരുന്നു. ഇന്ന് അടുത്തൊരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. അത് ഹാർക്കസ്ത്യം, അത് ഗൃഹസ്ഥാശ്രമം എന്നുള്ള ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്, 41-ാമത്തെ ഇതിലേക്ക്. അത് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് ആകെ 4 ആശ്രമങ്ങളാണ് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു വയ്ക്കുന്നത്. 1 ബ്രഹ്മചര്യം, 2 ഗൃഹസ്ഥാശ്രമം, 3 വാനപ്രസ്ഥം, 4 സന്യാസം. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആള് ബ്രഹ്മചാരി, ഗൃഹസ്ഥാശ്രമം ചെയ്യുന്ന ആള് ഗൃഹസ്ഥൻ, വാനപ്രസ്ഥം അനുഷ്ഠിക്കുന്ന വാനപ്രസ്ഥൻ, സന്യാസം ചെയ്യുന്ന ആള് സന്യാസി. ചതുരാശ്രമങ്ങൾ വെച്ച് ഏറ്റവും ധന്യമായത് ഗൃഹസ്ഥാശ്രമം എന്ന് കവി പറയുന്നു. തമിഴിൽ അത് ഇൽ വാൾക്കൈ, ഇൽ എന്ന് പറയുമ്പോൾ വീട്, അല്ലെങ്കിൽ ഇല്ലറം എന്ന് പറഞ്ഞാല് ഗ്രഹം എന്നുള്ളതിലാണ്. അതിൻ്റെ വാൾക്കൈ ജീവിതം എന്നുള്ളതിലേക്ക്, ഇൽ വാൾക്കൈ ഇല്ലറം എന്നുള്ള രീതിക്ക് അത് വരുന്നു. അതിൽ ആദ്യത്തെ കുറളായിട്ട് നമ്മൾ പിന്നെ നോക്കുകയാണ്. ഗൃഹസ്ഥൻ എന്ന പദവിയിൽ ഉള്ളവൻ തന്നെയാണ് ബ്രഹ്മനിഷ്ഠമായ മാർഗത്തിൽ ജീവിക്കുന്ന മറ്റു 3 കൂട്ടർക്കും, ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി എന്നിവർക്ക് സ്വധർമ്മങ്ങളെ ചെയ്യാൻ തുണയായി തീരുന്നത്. മറ്റു 3 പേർക്കും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗൃഹസ്ഥന്റെ തുണ വേണം. ഈ ഗൃഹസ്ഥന്റെ തുണയില്ലാതെ മറ്റുള്ളവർക്ക് അവരവരുടെ കടമകൾ നിർവഹിക്കാനോ അവരുടെ മാർഗത്തിൽ സഞ്ചരിക്കാനോ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഗൃഹസ്ഥന്റെ പദവിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ആണ് കവി പറഞ്ഞു വരുന്നത്. ആദ്യത്തെ ഒന്ന് കാണിച്ചു. ഫസ്റ്റ് ആദ്യത്തെ ഇൽ എന്ന് പറഞ്ഞാൽ ഗ്രഹം, ഗ്രഹത്തിൽ വാഴുന്നോൻ. സ്വസ്ഥം ഗൃഹസ്ഥാനെ മറ്റുള്ള 3 സദ്ധർമ്മത്തിൽ തുണയാവോൻ. വളരെ ലഘുവായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്നവൻ അല്ലെങ്കിൽ ആ മാർഗത്തിൽ നിൽക്കുന്ന ആള് തന്നെയാണ് മറ്റു 3 പേർക്കും. മറ്റു 3 പേരെന്ന് പറഞ്ഞാല് ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ 3 മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് തുണയായി ഇരിക്കുന്ന ആൾ. 1 ലീഡിങ് ഫാമിലി ലൈഫ് ഈസ് എ ഗുഡ് എയ്ഡ് ടു ദീസ് 3 വിർച്വസ്, ബ്രഹ്മചരി, വാനപ്രസ്ഥൻ, സന്യാസി. ഒന്നുകൂടി പറയാണ്, ഗൃഹസ്ഥാശ്രമം തന്നെയാണ് ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി എന്നിങ്ങനെ മറ്റു 3 ആശ്രമികൾക്കും അവരവരുടെ ധർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കാനുള്ള സഹായം നൽകുന്നത്. അക്കൂട്ടർക്കാട്ടെ ഗൃഹസ്ഥന്റെ സഹായ സഹകരണങ്ങൾ അനുപേക്ഷണീയവുമാണ്. അടുത്ത 2. കഴിഞ്ഞ ഒരു അധ്യായത്തില് നമ്മൾ ആ സന്യാസ മഹിമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വാക്ക് വന്നാണ് ഈ തുറന്താർക്ക് എന്നുള്ള ഫസ്റ്റ് വേർഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്. തുറന്താർക്കും പറയുന്നുണ്ട്, അതുപോലെ 4ാമത്തെ വാക്കായ ഇറന്തോർക്കും പറയുന്നുണ്ട്. അവിടെ തുറന്താർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഋഷീശ്വരന്മാരെയാണ് അവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ തുറന്താർ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ എന്നുള്ള മീനിങ്ങിലാണ്. ഒരേ വാക്കിന് തന്നെ 2 മീനിങ് വരുന്നുണ്ട്. അവിടെ ഋഷീശ്വരന്മാരായിരുന്നു, ഇവിടെ വന്നിട്ട് ബന്ധുക്കൾ ഉപേക്ഷിക്കപ്പെട്ടവർ എന്നുള്ളത്. അനാഥർ എന്നാണ്. അനാഥർ എന്നുള്ള അർത്ഥത്തിലാണ് ബന്ധുക്കൾ ഉപേക്ഷിച്ചു. അനാഥർ, അതന്നെ. ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും ഒരു ഗതിയും ഇല്ലാത്തവർക്കും ആലംബമറ്റവർക്കും ദരിദ്രർക്കും, ഇത്രയും ആൾക്കാരാണ് വരുന്നത് തുറന്താർക്കും എന്നുള്ളതിലല്ല. ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ഒരു ഗതിയും ഇല്ലാത്തവർ, ആലംബമറ്റവർ, ദരിദ്രർ. ആരുമില്ലാത്ത അവസ്ഥയിൽ മരിക്കുന്നവർക്കും എല്ലാം ഗൃഹസ്ഥൻ തന്നെയാണ് സഹായം.
ആ വാക്ക് മലയാളത്തിൽ കുറച്ചുകൂടി പറയുന്നുണ്ട്. തൃപ്തർ, ദരിദ്രർ, അനാഥർ, മരിച്ചോർക്കും ഈ ഗൃഹസ്ഥൻ താൻ തുണയാം. അവർക്കും ഈ ഗൃഹസ്ഥൻ, ഈ സാമാന്യ ജീവിതം നയിക്കുന്ന അദ്ദേഹം തന്നെയാണ് തുണയായി മാറുന്നത്. ഇംഗ്ലീഷിൽ പറയാൻ സാധാരണക്കാരൻ എന്ന അർത്ഥമാണോ ഗൃഹസ്ഥൻ എന്ന് വെച്ചാൽ? സാധാരണക്കാരൻ, സാധാരണക്കാരനല്ല, കുടുംബസ്ഥൻ, കുടുംബസ്ഥൻ, വീട്ടുകാരൻ, വിവാഹം കഴിച്ച ആളല്ലേ? വിവാഹം കഴിച്ച വിവാഹമല്ല. ഞാൻ അവിടെ ഒന്നുകൂടെ ആ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കി തരാം. ചതുരാശ്രമങ്ങളിൽ വെച്ച് ഏറ്റവും ധന്യമായ എത്ര ഗൃഹസ്ഥാശ്രമം. സഹധർമ്മചാരിണിയായ പത്നിയുമൊത്ത് ധർമ്മനിഷ്ഠയോടെ ദാനധർമാദി പുണ്യകർമ്മങ്ങൾ യഥാവധി നിർവഹിച്ച് ലോകോപകാരപ്രദമായി മറ്റുള്ളവർക്കെല്ലാം ആശ്രയവും മാതൃകയും ആയി അനുഷ്ഠിക്കപ്പെടുന്ന ഗൃഹസ്ഥാശ്രമം സ്വർഗ തുല്യമാണ് എന്ന് വാഴ്ത്തപ്പെടുന്നു. അത് കുടുംബസ്ഥനായിട്ട് ജീവിക്കുന്ന ആ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ആ മാർഗം തന്നെയാണ് മറ്റെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായത്. കാരണം ആ കാലഘട്ടത്തിലൊക്കെ പണ്ടത്തെ കവിമാരൊക്കെ പറയുന്നത് എല്ലാം പിന്നെ ഈ ഗൃഹസ്ഥത്തിനെ കുറിച്ച് എതിരായിരുന്നു. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം സന്യാസി, ബ്രഹ്മചാരി, പിന്നെ വാനപ്രസ്ഥൻ, അത് കഴിഞ്ഞിട്ട് സന്യാസത്തിലേക്ക് പോകുന്നത്. ബ്രഹ്മചര്യം എന്ന് പറയുമ്പം വിവാഹം കഴിക്കാത്ത ആളെന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം കഴിഞ്ഞ്, ഇങ്ങനെ കുടുംബസ്ഥനായിട്ട് കഴിഞ്ഞിട്ട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ വിരക്തി കൊണ്ട് രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വനാന്തരങ്ങളിലോ ഇല്ലെങ്കിൽ വേറെ പിന്നെ ക്ഷേത്രങ്ങളിലോ ചെന്ന് സഞ്ചരിച്ച് അങ്ങനെ പുണ്യം തേടുന്ന ഒരു രീതിയാണ് വാനപ്രസ്ഥം. അതും കഴിഞ്ഞിട്ടാണ് ഒറ്റയ്ക്കാവുമ്പോഴുള്ളതാണ് സന്യാസത്തിൽ മാറുന്നത്. ഈ മറ്റ് മൂന്ന് അവസ്ഥയെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതും മഹത്വം നിറഞ്ഞതും ഈ ഗൃഹസ്ഥനായിട്ട് ജീവിക്കുന്ന രീതിയാണെന്നാണ് തിരുവള്ളുവർ പറയുന്നത്. അദ്ദേഹം അതുപോലെ കുടുംബസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത രീതി വേറെ സന്ദർഭത്തിൽ കുറച്ച് കൂടുതലായിട്ട് പറയാം. അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത്, കുടുംബം ജീവിതം എങ്ങനെ നയിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെയധികം കുറെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അത് ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു. അപ്പം ആ കുറളിൽ പറയുന്നത്, ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, പരിത്രരും ദരിദ്രരും അഗതികളും അനാഥരായി മരണമറിഞ്ഞവരും ഗൃഹസ്ഥന്റെ സഹായം ലഭിക്കേണ്ടവർ തന്നെ. മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഋതുക്കളെയും ഉൾപ്പെടുത്താം. കാരണം ഋതുക്കൾക്ക് സദ്ഗതിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും ഗൃഹസ്ഥനാണല്ലോ. അതുകൊണ്ട് പിന്നെ ഋതുക്കളെയും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ടു ദ ഡെഡ്, അതോടെ പറഞ്ഞത് ഇംഗ്ലീഷിലൂടെ വായിച്ചത്. ടു ദ ഡെഡ്, മുമ്പത്തെ തൊട്ട് മുമ്പ്. To the dead, destitute and poor beggars, the family man is on grace. അവർക്കൊക്കെ ഒരു തുണായിട്ട് മാറുന്നത് ഈ ഗൃഹസ്ഥനാണ്. അടുത്തത് 3. ഈ പറഞ്ഞ രണ്ടാമത്തെ ഋതുക്കൾ, ദൈവം, അതിഥികൾ, ചുറ്റുമുള്ള ഒത്തുകഴിയുന്ന ബന്ധുക്കൾ, അവനവൻ തന്നെ എന്നിപ്രകാരമുള്ള 5 വിഭാഗങ്ങൾക്കായി പറയപ്പെടുന്ന ധർമ്മത്തെ നിഷ്ഠയോടെ ആചരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാകുന്നു. ആകെയുള്ളത് 6 വിധിക്കേണ്ടതാണ്. പുള്ളിയുടെ സമ്പാദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിനെ 6 സഹായമാവും വിധം അരസന് നൽകേണ്ടതാണ്, അല്ലെങ്കിൽ ആ നാട് ഭരിക്കുന്ന ആൾക്ക് നൽകേണ്ടതാണ്. പിന്നെയുള്ള 5-ൽ 1 ഋതുക്കൾക്ക്, 1 വീതം ദേവകൾക്ക്, 3-മതൊരു വീതം അതിഥി പൂജയ്ക്ക്.
തന്നെ ആശ്രയിച്ച് കഴിയുന്ന വേണ്ടതുപോലെ പൂജിക്കുവാനും തൃപ്തിപ്പെടുത്തുവാനും അവനവൻ കൂടി നന്നായിരിക്കണമല്ലോ. ആ നിലയ്ക്ക് അഞ്ചാമത്തെ വീതം അവനവന്റെ രക്ഷയ്ക്ക് കരുതണം. ഒരാളുടെ സമ്പാദ്യം ഏതൊക്കെ രീതിക്ക് എങ്ങനെ ചിലവിടണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. എത്ര പാടുപെട്ട് സമ്പാദിച്ചാലും അത് മൊത്തം തനിക്ക് ആയിരിക്കണം എന്നുള്ള ആ ചിന്ത പാടില്ല. ആ കിട്ടുന്നതിന് ആ സമ്പാദ്യത്തിനെ 6ആയിട്ട് തരംതിരിക്കണം, 6 വീതം വയ്ക്കണം. ഒരു വീതം അവൻ ജീവിക്കുന്ന ആ നാടിന് വേണ്ടി, അല്ലെങ്കിൽ അത് ഭരിക്കുന്ന, അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ടാക്സ് കൊടുക്കുക എന്നുള്ള രീതിക്ക്, പൊതു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നികുതി കൊടുക്കുക എന്നുള്ള രീതിക്ക് എടുക്കാം. രണ്ടാമത്തതാണെങ്കിലോ പിതൃക്കൾക്ക് വേണ്ടിയിട്ട്, മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട്, അവരുടെ പുണ്യാത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമതൊരു വീതം ദൈവങ്ങൾക്ക്, അതായത് ആരാധന അനുഭവമുള്ള ആ പണികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിഥി മറ്റുള്ള സൽക്കാരത്തിന് വേണ്ടി അതിനൊരു ഭാഗം ഉപയോഗിക്കുക. പിന്നെ ബന്ധുക്കളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഒരു വീതം. ഇവരെയെല്ലാം വേണ്ടതുപോലെ പൂജിക്കാനും തൃപ്തിപ്പെടുത്തുവാനാണെങ്കിൽ അവന്റെ ആരോഗ്യം, അവന്റെ പിന്നെ ജീവിതവും നന്നായിരിക്കണം എന്നുണ്ട്, അതിനു വേണ്ടി ഒരു വീതം. അപ്പം ഇങ്ങനെ 6ആയിട്ട് വീതം വെച്ച് ജീവിക്കുന്നതാണ് ഗൃഹസ്ഥന്റെ ധർമ്മം എന്ന് പറയുന്നു. ധർമ്മം തെറ്റിയാൽ ഉണ്ടാകുന്ന പാപത്തെ ഭയന്ന് മുൻപേ പറഞ്ഞ പിതൃക്കൾ തുടങ്ങിയവർക്കുള്ള വീതം സമ്പാദ്യത്തിൽ നിന്ന് യഥാവിധി അകത്ത് നൽകിയ ശേഷം ഉണ്ണുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് വ്രതമാക്കിയവർക്ക് ജീവിതത്തിന്റെ തുടർച്ചയ്ക്കും, അതായത് അവരുടെ സന്തതി പരമ്പരകൾക്ക് പ്രയാസങ്ങൾ ഒരു കാലത്തും ഇല്ല തന്നെ. It is noble to do virtuous deeds to fight. ധർമ്മം തെറ്റിയാൽ ഉണ്ടാകുന്ന പാപത്തെ ഭയന്ന് മുൻപേ പറഞ്ഞ പിതൃക്കൾ തുടങ്ങിയവർക്കുള്ള വീതം സമ്പാദ്യത്തിൽ നിന്ന് യഥാവിധി പകത്ത് നൽകിയ ശേഷം ഉണ്ണുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് വ്രതമാക്കിയവർക്ക് ജീവിതത്തിന്റെ തുടർച്ചയ്ക്ക്, അതായത് അവരുടെ സന്തതി പരമ്പരകൾക്ക് പ്രയാസങ്ങൾ ഒരു കാലത്തും ഉണ്ടാകില്ല. എന്നാൽ ധർമ്മത്തിന്റെ ഈ യുഗത്തിൽ, ധർമ്മച്യുതിയുടേതായ ഈ യുഗത്തിൽ ദൈവങ്ങളുടെ വീതം പോലും അധികാരത്തിന്റെ മറവിൽ കട്ടെടുത്ത് കാണുന്ന എല്ലാവരെയും ചൂഷണം ചെയ്ത് ജനദ്രോഹം വ്രതമാക്കി കൊടുങ്ങാത്ത ആർത്തിയോടെ കണ്ടതെല്ലാം സമ്പാദിച്ചു കൂട്ടി അധർമ്മത്തിന്റെ സിംഹാസനത്തിൽ സ്വന്തം സന്തതി പരമ്പരകളെ വാഴിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന എത്രയോ ഗൃഹസ്ഥന്മാരുണ്ട്. തത്കാലത്തെ കൃത്രിമമായ പ്രഭാവലയത്തിൽ കുറച്ചുനാൾ അവർ പിടിച്ചു നിന്ന് എന്ന് വരും. പക്ഷേ അചേരണ അവരുടെ സന്തതി പരമ്പരകൾ ഒന്നടങ്കം മുടിഞ്ഞു പോകും. ആ വംശം തന്നെ അന്യം നിന്നുപോയാലും അത്ഭുതത്തിന് അവകാശമില്ല. അതാണ് പഴി 5 പാത്തൂൺ ഉടൈത്തായിൽ വാൾക്കൈ വഴി എഞ്ചൽ എഞ്ഞാൻഡും ഉൾ. ധർമ്മഭയത്താൽ പകത്ത് ഉന്മോ മക്കൾക്ക് മണ്ണിലൊരു കുറവും വരില്ല. അതായത് നേരത്തെ തന്റെ സമ്പാദ്യത്തിന് വേണ്ട വിധത്തിൽ എല്ലാവർക്കും പങ്കുവെച്ച് ദാനധർമ്മങ്ങളോട് ജീവിക്കുകയാണെങ്കിൽ അവന്റെ പിൻവരുന്ന തലമുറയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നോ വറി ഇഫ് ലൈഫ് ഈസ് ലെഡ് ബൈ സേവിങ്സ്, ഫിയർലെസ് ഓഫ് സിൻ, ക്ലീൻ ഏർണിങ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ഓഫ് ചാരിറ്റി. അടുത്തത് 5-ാമത്തെ. ഒരുവന്റെ ഗൃഹസ്ഥാശ്രമം തൻ്റെ കുടുംബിനിയോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹവും ലോക ഉപകാരങ്ങളിൽ താൻ ചെയ്യേണ്ടതായ ധർമ്മവും ചേർന്നതായി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ജീവിതം ഗുണവും പരമ പ്രയോജന
തീരുന്നു. പറഞ്ഞത് ഗൃഹസ്ഥന്റെ പ്രശസ്തി എന്തുകൊണ്ട് മുന്നിൽ വരുന്നു എന്നുള്ളതിനായിരുന്നു ആ 4 അദ്ദേഹം ഈരടികളിൽ പറഞ്ഞത്. ഇപ്പൊ 5ാമത് പറയുന്നുണ്ട്, ഒരുവന്റെ ഗൃഹസ്ഥാശ്രമം തന്റെ കുടുംബിനിയോടും മറ്റവരോടുമുള്ള സ്നേഹവും ലോക വ്യവഹാരങ്ങളിൽ താൻ ചെയ്യേണ്ടതായ ധർമ്മവും ചേർന്നതാവുകയാണെങ്കിൽ ആ ജീവിതം ഗുണവും പരമപ്രയോജനമായ പുണ്യവും ഉള്ളതായി തീരുന്നു. അങ്ങനെയുള്ള 4 കാര്യങ്ങളും 4 ഈരടികളും അനുഷ്ഠിക്കുന്ന ഒരാളുടെ ജീവിതം ഈ രീതിക്ക് എന്താ പറഞ്ഞാൽ സമ്പുഷ്ടമായിട്ട് തീരും. സ്നേഹത്തിലും ധർമ്മത്തിലും അടിയുറച്ച ഗൃഹസ്ഥാശ്രമ ജീവിതം പുണ്യപദങ്ങളായ ഗുണഫലങ്ങളെ കൊണ്ട് സമ്പൂർണവും ധന്യവും ആയിത്തീരും. അതുകൊണ്ട് നമ്മുടെ നയിക്കുന്ന കുടുംബജീവിതം വളരെ നന്നായി അനുഷ്ഠിക്കണം എന്ന് 5ാമത്തെ പുറലിൽ പറയുന്നു. അടുത്ത 6. ധർമ്മത്തിന്റെ വഴിയിലൂടെ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുകയാണെങ്കിൽ അതിന് പുറമേയുള്ള ആശ്രമത്തിൽ ചെന്ന് കൂടിയിട്ട് നേടാനുള്ളത് എന്തെന്നാണ്. അതായത് ധർമ്മത്തിന്റെ മാർഗത്തിൽ കൂടി ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുകയാണെങ്കിൽ അതിൽ തന്നെ അദ്ദേഹത്തിന് ലഭിക്കേണ്ട എല്ലാ സുഹൃതങ്ങളും അല്ലെങ്കിൽ ഫലങ്ങളും അവിടെ കിട്ടും. അങ്ങനെ അല്ലാതെ മറ്റ് ആശ്രമങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ ബ്രഹ്മചര്യമോ അല്ലെങ്കിൽ വാനപ്രസ്ഥമോ സന്യാസമോ ഇതിലേക്ക് പോയാൽ ഇതിനേക്കാളും ശ്രേഷ്ഠമായ കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് കവി ചോദിക്കുകയാണ്. യാതൊന്നുമില്ല എന്ന് അദ്ദേഹം തന്നെ ഉത്തരവും പറയുന്നുണ്ട്. വിധിയോൽ ഗൃഹധർമ്മം പാലിപ്പോൺ. വിധി എന്ന് പറഞ്ഞാൽ തൻ്റെ ആ നിഷ്ഠയോടുകൂടി അല്ലെങ്കിൽ ഗൃഹസ്ഥ ആശ്രമത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ആ നിയമങ്ങള് അല്ലെങ്കിൽ വിധി പ്രകാരമുള്ള എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യുന്ന ആൾക്ക് നേടാൻ എന്ത് അധികം അന്യ ആശ്രമത്തിങ്കൾ മറ്റ് ആശ്രമത്തിൽ ചെന്ന് പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് കണ്ടിട്ട് ശരി ഇത് വേണ്ട ഗൃഹസ്ഥാശ്രമം വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് എന്തെങ്കിലും അവിടുന്ന് ലഭിക്കാനുണ്ടോ? ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അറത്താറ്റിൻ ഇൽ വാൾക്കൈ ആറ്റിൻ പുറത്താറ്റിൻ ഓയ് പെറുവയ യവൻ. ഇതിനേക്കാളും ശ്രേഷ്ഠമായി എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അടുത്ത് 7. ഗാർഹിക ജീവിതം അതിൻ്റെതായ ധർമ്മചിന്തയോടെ അനുഷ്ഠിച്ച് കഴിയുന്ന ഗൃഹസ്ഥാശ്രമി സന്യാസിമാരെക്കാൾ എല്ലാം ഉയർന്നു നിൽക്കുന്നു. ഇങ്ങനെ ആ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ കൂടി ജീവിച്ച് പോകുന്ന ആൾക്ക് മറ്റ് സന്യാസിമാരെക്കാളൊക്കെ ഉയർന്ന സ്ഥാനമാകുന്നു. യഥാവധി ധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഗാർഹിക ജീവിതം നയിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമിക്ക് മറ്റു ആശ്രമങ്ങളായ വാനപ്രസ്ഥം സന്യാസം എന്നിവയിൽ നിന്ന് കൂടുതലൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞ് കവി അടുത്തൽ പറയുന്നുണ്ട്. യമികൾ പഞ്ചേന്ദ്രിയ താല്പര്യങ്ങളെ മുഴുവനും ത്യജിക്കാനുള്ള നിരന്തര ശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ബ്രഹ്മചര്യായാലും സന്യാസിയായാലും വാനപ്രസ്ഥനായാലും അവിടെ ആ പഞ്ചേന്ദ്രങ്ങളുടെ താല്പര്യങ്ങൾ മുഴുവനും എങ്ങനെയെങ്കിലും ത്യജിക്കാനുള്ള നിരന്തര ശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഘോരമായ വനാന്തരത്തിൽ ഏകാന്തവാസം ചെയ്യുന്നു. എല്ലാറ്റിലും നിന്ന് അവർ ഒറ്റപ്പെട്ട് കഴിയുന്നു. എന്നാൽ ഗൃഹസ്ഥാശ്രമിയോ നേരെ മറിച്ച് യഥാവധി ധർമ്മം അനുഷ്ഠിക്കുന്നു, കുടുംബവുമായി ചേർന്ന് പരോപകാര നിരതരമായ ജീവിതം നയിക്കുന്നു, എല്ലാവരുമായി ഇടപഴകി ജീവിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ സന്യാസിമാരെക്കാളും എത്രയോ ഉയർന്ന പദവിയാണ് ഗൃഹസ്ഥേൻ്റെത്. അതായത് മറ്റ് 3 പേർക്കും അവരുടെ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ അധികം ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം ആ പഞ്ചേന്ദ്രങ്ങളെ നിയന്ത്രിച്ച് അതിൻ്റെ
ആ വികാരങ്ങളും മറ്റ് പ്രലോഭനങ്ങളൊക്കെ ഒഴിവാക്കി നിർത്താൻ അവർക്ക് കഠിന തപസ്സും മറ്റു കാര്യങ്ങളൊക്കെ മാർഗങ്ങളൊക്കെ തേടേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് ഗൃഹസ്ഥാശ്രമം എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്റെ ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ തനിക്ക് പറഞ്ഞിട്ടുള്ള കടമകൾ ചെയ്യുന്നുണ്ട്. ഈ രണ്ടും ഒരേ സമയത്ത് ഒരേ രീതി നല്ല രീതിയിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഗൃഹസ്ഥാശ്രമം തന്നെയാണ് ഈ മറ്റ് മൂന്നിനേക്കാളും ശ്രേഷ്ഠൻ. തമിഴില് இயல்பினான் இல்வாழ்க்கை வாழ்பவன் என்பான் മുയൽവാറിൽ എല്ലാം തലൈ. മുയൽ പറഞ്ഞ ആ 3 പേരിലും ശ്രേഷ്ഠൻ അല്ലെങ്കിൽ തലപ്പത്ത് നിൽക്കുന്ന ആളായിട്ട് മാറുന്നു. മലയാളത്തിലാണെങ്കിൽ ഋഷിയെയും ധർമ്മത്തിൽ പോറ്റും ഗൃഹസ്ഥൻ ആ ദവസിമാരെക്കാളും മേലെ. വളരെ ലഘുവായിട്ട് പറയുന്നു. എട്ടാമത്തെ ആൻസർ 8. ഋഷിയെയും ധർമ്മത്തിൽ പോറ്റും ഗൃഹസ്ഥാൻ ആ തപസിമാരെക്കാളും മേലെ. സന്യാസിമാരെ പോലും തങ്ങളുടേതായ മാർഗത്തിൽ സഞ്ചരിക്കാൻ അവസരമുണ്ടാക്കി താനും തൻ്റെ ധർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെയുള്ള ഗൃഹസ്ഥ ജീവിതം നയിക്കയാൽ ആ ഗൃഹസ്ഥനാകട്ടെ സന്യാസിക്കുന്നവരെക്കാളും മഹത്വം ഉള്ളവനാകുന്നു. വീണ്ടും ഒന്നുകൂടി കവി അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഋഷികളെ തപോധർമ്മം അനുഷ്ഠിക്കാൻ സഹായിച്ചും അവർക്ക് വേണ്ടതെല്ലാം നൽകിയും പരിപാലിച്ച് താനും ഗൃഹധർമ്മമാവുന്ന താപസ നിയമാനുസാരിയായി അനുഷ്ഠിച്ച് ഉത്തമമായ ധർമ്മങ്ങൾ പുലർത്തുകയാൽ ഗൃഹസ്ഥാശ്രമിയുടെ സ്ഥാനം ഋഷീശ്വരന്മാരെക്കാൾ ഉയർന്നതാകുന്നു. Family man who serves others and never deviates from virtue is nobler than a sage. 9. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു ധർമ്മത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പഠിച്ചു. 10 ഈരടികളിൽ അത് പറഞ്ഞായിരുന്നു. അപ്പൊ കുറേ ധർമ്മങ്ങൾ പറയുന്നുണ്ട്. ആ ധർമ്മങ്ങൾ വെച്ച് ധർമ്മം എന്ന ഗ്രന്ഥങ്ങളിലും മറ്റും പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നത് ഗൃഹധർമ്മം തന്നെയാണ്. എല്ലാ ധർമ്മങ്ങൾക്കാളും ശ്രേഷ്ഠമായതും നന്മ നിറഞ്ഞതും ഗൃഹധർമ്മം തന്നെയാണ്. മറ്റ് സന്യാസാദി ധർമ്മങ്ങളെ കുറിച്ചാണെങ്കിൽ അവയും അന്യരാൽ പഴി ചൊല്ലപ്പെടുന്നതല്ലാതെ ആചരിക്കുമെങ്കിൽ മാത്രം, അതായത് ബ്രഹ്മചര്യത്വം, വാനപ്രസ്ഥം എങ്ങനെയെങ്കിലും അവർക്ക് ഒരു മാർഗത്തിൽ കൂടിയോ അവരുടെ കർമ്മങ്ങൾ കൂടിയോ ചെല്ലുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർക്ക് പഴി കേൾക്കേണ്ടി വരും. അങ്ങനെ പഴി കിട്ടാതെ വരുന്ന അവസരത്തിൽ മാത്രം അവരെയും കൂടി വേണമെങ്കിൽ ഈ ഗൃഹസ്ഥാശ്രമിയുടെ കൂടെ കൂട്ടാം. അല്ലെങ്കിൽ മറ്റു 3 പേരെയും ഇദ്ദേഹത്തിനോടൊപ്പം നമുക്ക് തുല്യനം ചെയ്തു നോക്കാൻ സാധിക്കില്ല. ധർമ്മങ്ങൾ വെച്ച് യഥാർത്ഥ ധർമ്മം എന്ന് ഗ്രന്ഥങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്നത് ഗൃഹധർമ്മം തന്നെയാണ്. അതല്ലാതെ ധർമ്മങ്ങൾ ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയും ഏതെങ്കിലും ഒരു തരത്തിൽ അന്യരുടെ പഴി കേൾക്കാൻ ഒരിക്കൽ പോലും ഇടവരുത്തുന്നില്ല എങ്കിൽ മാത്രം ഈ ഗൃഹധർമ്മത്തോടൊപ്പം നിൽക്കാവുന്ന തന്നെ എന്ന് പറയാം. അങ്ങനെ ഒരിക്കലും അങ്ങനെ താരതമ്യം ചെയ്യാനോ ഇതിനോടൊപ്പം കൂട്ടാനോ സാധിക്കില്ല. കാരണം അവരെ ആ 3 പേർക്കും ഏതെങ്കിലും ഒരു അവസരത്തിൽ ആരെങ്കിലും ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റൊരു നിന്നോ ഒരു പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഗൃഹസ്ഥന് അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. ധർമ്മ മീൻസ് ഫാമിലി ലൈഫ് ഇറ്റ്സെൽഫ്. Renunciation oblivious of family is more good if it is not blamed by others. ഗൃഹധർമ്മമേ ധർമ്മം. മറ്റുള്ളത്
അന്യർ തൻ പഴി ഉരുളാകിലോ നന്നാം. അടുത്ത് 10. വയ്യത്തുൾ എന്ന് പറഞ്ഞ ഭൂമി, വയ്യത്തുൽ വാഴ്വാങ്ക് എന്ന് പറഞ്ഞ ഈ ഭൂമിയിൽ എന്നുള്ളതല്ല. ഈ ഭൂമിയിൽ വിധി പ്രകാരം എങ്ങനെയൊക്കെയാണോ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കേണ്ടത്, ഒന്നുകൂടി, ഈ ഭൂമിയിൽ വിധി പ്രകാരം എങ്ങനെയൊക്കെയാണോ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കേണ്ടത്, ഗൃഹസ്ഥാശ്രമത്തിൽ അതിൻപടി ജീവിക്കുന്നവൻ സ്വർഗലോകവാസികളായ ദേവന്മാരിൽ ഒരുവനായി സ്ഥാനം നൽകി ആദരിക്കപ്പെടും. ഈ ഭൂമിയിൽ തന്നെ യഥാവിധി ധർമ്മങ്ങൾ ചെയ്ത് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചു പോരുന്നവർ മറ്റെല്ലാവർക്കും മാതൃകയായി തീരുന്നവൻ കാലശേഷം സ്വർലോകസ്ഥിതരായ ദേവന്മാരിൽ ഒരാളായി ഉയർത്തപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യും. മണ്ണുലകിൽ വിധി പോലെ ധർമ്മമോട് വാഴുവോർ വിണ്ണോരിൽ ഒരുവനായി തീരും. വിണ്ണോർ എന്ന് പറഞ്ഞാൽ സ്വർഗലോകത്തിൽ അവരിൽ ഒരാളായിട്ട് സ്ഥാനം നൽകപ്പെടും. വൺ ലീഡിങ് highest moral life on earth will be honored as equal to gods of heaven. Okay, sir. ഓക്കെ, അപ്പൊ താങ്ക് യു സർ. ഇന്ന് ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ചാണ് പറഞ്ഞത്. ബാക്കിയുള്ള ഏത് ആശ്രമ സങ്കല്പത്തെക്കാളും കൂടുതൽ ഗൃഹസ്ഥാശ്രമമാണ് വീട്ടിൽ, അല്ലെ, കുടുംബമായിട്ട് ചേർന്ന് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു വലിയ സൗഭാഗ്യം അതിനേക്കാൾ ഉപരിയായി മറ്റൊരു ആശ്രമ ജീവിതത്തിലും ഇല്ല എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് ഇന്ന് തിരുക്കുറളിന്റെ 5ാമത്തെ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഭാഗത്തൂടെ കുടുംബസ്ഥനായി ജീവിക്കുക, പരോപകാരവും പുണ്യവും എല്ലാം ഉൾപ്പെടെ ആ രീതിയിൽ മുന്നോട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ വലിയ ഗുണങ്ങളെ കുറിച്ചാണ് തിരുക്കുറളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ഇതിനെ കുറിച്ച് ഒരു ചർച്ച പോകാം. സാർ, അപ്പൊ മറ്റ് മറ്റേ ബ്രഹ്മചര്യം അങ്ങനെയുള്ളതിനെ കുറിച്ച് അപ്പൊ എങ്ങനെയാ, അതിനേക്കാളും ഒക്കെ നല്ലതാണ് ഇത് എന്നുള്ളതാണോ? അതെ അതെ, പിന്നെ നമ്മുടെ തിരുവള്ളൂരും ഒരു ഗൃഹസ്ഥനായിട്ട് കുടുംബജീവിതം നയിച്ച ആളാണ്. അങ്ങനെ നയിച്ച ഒരു വ്യക്തിയാണ് ഇങ്ങനെ പറയുന്നത്. പുള്ളിയുടെ അനുഭവത്തിൽ നിന്നാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. മറ്റവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെ വേദങ്ങളായിക്കോട്ടെ, വേറെ ഗ്രന്ഥങ്ങളൊക്കെ വളരെ ഇതായിട്ടുള്ളതൊക്കെ അവര് കുടുംബജീവിതം നയിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അവരെല്ലാം അതിന്റെ പരമോന്നതയിൽ നിന്നിട്ടാണ് അതൊക്കെ നമുക്ക് വായ്മൊഴിയായിട്ടും മറ്റേതായിട്ട് നമുക്ക് പകർന്നു തരുന്നത്. പക്ഷെ ഇദ്ദേഹം അല്ല, ഇദ്ദേഹം ഒരു കുടുംബസ്ഥനായിട്ട് ജീവിച്ച് അതിൻ്റെതായ എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിച്ചിട്ട് അതിന്റെ അനുഭവത്തിലാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ഓരോ ചാപ്റ്ററിൽ ചെല്ലുന്നതോറും നമുക്ക് എഴുതും. കുടുംബജീവിതത്തിന്റെ രീതിയിലുള്ള എല്ലാവിധ അനുഭവങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി. ശ്രേഷ്ഠനായിട്ടുള്ള അത് മാത്രമല്ല, മറ്റ് 3 പേർക്കും സപ്പോർട്ടായി നിൽക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി അവർക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി വേണം. ഓക്കെ, ആർക്കാണ് കമന്റ് പറയാനുള്ള? അൻസാരി സാർ, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുള്ള അൻസാരി സാർ പറയും. അല്ല, പിന്നെ അത് ഒരു സംശയമില്ല. ഒരു കുടുംബജീവിതം നയിക്കുന്നവർ മാത്രമേ എല്ലാ മേഖലകളിലും മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാതെ നേരെ പോയി സ്വാമിയായിട്ടോ മറ്റേതോ ഒക്കെ പോയാലേ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. അത് മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നത് നമ്മുടെ നിമിത്തമാണ്. അതായത് നമ്മൾ പ്രകൃതി നിയമമാണ്, ബാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് അത് അതിന് തടസ്സം കൂടാൻ പാടില്ല. കാരണം എല്ലാരും ഇങ്ങനെ പുണ്യം തേടി സ്വാമിയും മറ്റതും ഒക്കെ തീർന്നു പോകത്തില്ല എല്ലാരും. അതുകൊണ്ട് അപ്പൊ അതൊന്ന്. ജീവിതത്തിന്റെ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കുചേരണമെങ്കിൽ ഗൃഹസ്ഥമാണ് പറഞ്ഞത്. അല്ലാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും മാറി താമസിക്കുകയാണെങ്കിൽ അറിയില്ലല്ലോ. അപ്പം ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ
നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഇത്. തീർച്ചയായിട്ടും നല്ലതാണ്. പിന്നെ ഞാനിങ്ങനെ ബുക്കൊക്കെ എടുത്ത് നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് തമിഴ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. തമിഴിലല്ല, മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്, അത്ര തന്നെ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. കുടുംബജീവിതത്തിന്റെ ഗുണവും ദുഃഖവും മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത്. അപ്പൊ ആ കുടുംബജീവിതം കഴിഞ്ഞു വരുന്നവർക്ക് അതിന്റെ ഗുണദോഷവും എല്ലാം വ്യക്തമായിട്ട് അറിയാം. അത് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാനും അത് പ്രയോഗത്തിൽ തന്നെ സാധിക്കും. അപ്പൊ സാറ് തന്നെ കുടുംബജീവിതത്തിനെ മനസ്സിലാക്കിക്കൊണ്ടാ താടിയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്നത്. താടി വെക്കാതിരിക്കുന്നതും വെക്കുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, വേറെ ആരാണ്? റോയ് സാർ, ജോർജ് സാർ, അനുവിന്ദ റെഡിയാണോ? സർ, വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. നമ്മൾ ഓരോ ആഴ്ചയും വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മോഹൻദാസ് സാറിനും അതേപോലെ ഇങ്ങനൊരു ഇനീഷ്യേഷൻ എടുത്ത സാം സാറിനും വളരെയേറെ നന്ദി പറയാണ്. ഇന്ന് ഗൃഹസ്ഥാശ്രമത്തിനെ കുറിച്ച് പറയായിരുന്നു. അപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മളെ ശ്രീനിവാസിനൊരു മനോഹരമായ സിനിമയുണ്ട്, ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞിട്ട്. അപ്പോ അവിടെ അവസാനം സ്വാമിയാവാൻ വേണ്ടി പോകുന്നതും അവിടെ നിന്ന് തിലകം പിടിച്ചു കൊണ്ടുവന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിനിമ. അപ്പോ അവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇത് തന്നെയാണ്. ആദ്യം നമ്മൾ അതില് സക്സസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അവിടെ നമ്മള് ചെയ്യേണ്ട കർമ്മങ്ങൾ പൂർത്തിയാക്കാണ്ട് മറ്റേത് കാര്യത്തിലേക്കും പോയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതേപോലെ ഏറ്റവും മഹത്തായ ഒരു ആശ്രമം എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമമാണെന്ന് പറയുന്ന 10 ഈരടികള്, 10 കുറല്. അപ്പൊ അതില് നമ്മള് ഒരു ഗൃഹസ്ഥാശ്രമി അവരുടെ ഉണ്ടാക്കുന്ന സമ്പാദ്യം നമ്മുടെ നാടിനും അതേപോലെ ദൈവത്തിനും അതിഥിക്കും ബന്ധുക്കൾക്കും അവസാനം അവനവനും വേണ്ടി 6ആയിട്ട് വിഭജിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മറ്റെല്ലാ ആശ്രമത്തിൽ ജീവിക്കുന്നവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഗൃഹസ്ഥാശ്രമീനെ ആണ് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനേക്കാളും മുകളിലായിട്ടുള്ളത്, അതായത് അവസാനം ദൈവത്തിന്, അതായത് ദൈവലോകത്ത് ഒരു സ്ഥാനം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. ഇങ്ങനെ പൂർണ്ണമായും ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് വെയ്ത്തുൾ വാൾ വാങ്ങു വാഴ്വൻ വാനുറയും ദൈവത്തുൾ വയ്ക്കപ്പെടും, മണ്ണുലകിൽ വിധി പോലെ ധർമ്മമൊടു വാഴുവോൻ വിണ്ണൂറിൽ ഒരുവനായി തീരും. ഞാൻ എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ നമ്മള് ആ ഒരു ദൈവലോകത്തേക്ക് നമുക്കൊരു സ്ഥാനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായി എടുത്ത് തന്ന മോഹൻദാസ് സാറിന് ഒരുപാട് നന്ദി പറയാണ്. അതേപോലെ സാറ് PPT അടിപൊളിയായി ചെയ്യാൻ പഠിച്ചു എന്ന് അറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഇനി ആരാളെ? ജോർജ് സാർ, റോയ് സാർ, മിനു മാം. റോയ് സാർ, ഗൃഹസ്ഥാശ്രമത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് ധർമ്മം, അതായത് സ്നേഹവും ധർമ്മവും എല്ലാം അത് പറയുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ബന്ധുക്കളോട് അവരോടൊക്കെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ അതിനുള്ള വരുമാനത്തിന്റെ സേവനങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതുപോലെ ജീവിച്ചാലേ ഗൃഹസ്ഥാശ്രം ധന്യമാവുകയുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് മറ്റ് മഹർഷിയായാലും ഏത് മുനിയെ അവരെക്കാളും ഒക്കെ നല്ല ജീവിതം നയിക്കുന്നതെന്ന് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ധന്യമായ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ വിധി പോലെ ധർമ്മജീവിതം നയിച്ചാൽ പരലോകത്ത് ബഹുമാനിക്കപ്പെടും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ധന്യമായ ഒരു ജീവിതത്തിന് ഉടമയാകും എന്ന് ആണ് മനസ്സിലായത്. ഏതായാലും വളരെയധികം ചിന്തിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളാണ് മോഹൻദാസ് നായർ സാറ് ഈ തിരുക്കുള്ളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. താങ്ക് യു സർ.
ജോർജ് താങ്ക് യു സർ. മോഹൻദാസ് സർ, ഇന്നും 5ാമത്തെ അധികാരം ആധികാരികമായി തന്നെ സാറ് പ്രസന്റ് ചെയ്തല്ലോ. 10 ഈരടികളിലൂടെ അതിൽ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് അതെ പ്രകൃതിയുടെ നിലനിൽപ്പിന്, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് എല്ലാം അനിവാര്യമായ ഒരു ഘടകമാണ്. ബാക്കി 3ഉം സന്യാസമായാലും വാനപ്രസ്ഥമായാലും അത് അവരും ആശ്രയിക്കേണ്ടി വരുന്ന ആശ്രമത്തിലുള്ളവരാണ് എന്ന് പറയുമ്പോൾ നിലനിൽപ്പിന്, മറ്റുള്ളവരുടെ നിലനിൽപ്പിന് ഗൃഹസ്ഥാശ്രമത്തിലുള്ളവരുടെ അധ്വാനമാണ് വേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അതെ. കടന്നു പോകുന്ന നമുക്കൊക്കെ ഏറെക്കുറെ കുറച്ച് ജീവിതാനുഭവങ്ങളിലൂടെ നോക്കിയാൽ ഒരു മനുഷ്യ ജീവിതത്തിലുള്ള ഏതാണ്ട് എല്ലാ പ്രാരാബ്ദങ്ങളും, വിഷമങ്ങളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും നേരിടുന്നത് ഗൃഹസ്ഥാശ്രമികളാണ്. സന്യാസത്തിലിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും വേണ്ട, എല്ലാം ഉപേക്ഷിച്ചിട്ടിരിക്കുക, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും സുഖദുഃഖങ്ങളുടെ അല്ലെങ്കിൽ ജയപരാജയങ്ങളുടെ പാരമ്യത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഗൃഹസ്ഥാശ്രമികൾ. തീർച്ചയായിട്ടും അതേക്കുറിച്ച് തിരുക്കുറൾ പറഞ്ഞു. ആ തിരുക്കുറളിൽ തിരുവള്ളൂർ പറഞ്ഞത് സാറ് പറഞ്ഞു തന്നപ്പോൾ കുറച്ചുകൂടെ മനസ്സിലായി. ഒത്തിരി സന്തോഷം. താല്പര്യത്തോടെ നോക്കിയിരിക്കുക തിരുക്കുറൾ കേൾക്കാനായിട്ട്. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പരിപാടി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ് എൽസ്? നമ്മളിപ്പോ 5 അധ്യായങ്ങൾ, തിരുക്കുറളിലെ 5 അധ്യായങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 50ഓളം അല്ലെ ഈരടികൾ അതെ അതെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകളൊക്കെ ഓരോ ഈരടികളും ഒന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് ഗൃഹസ്ഥാശ്രമം, അടുത്ത ആഴ്ച എന്താണ് സാർ? കുലപത്നി ധർമ്മം, അതായത് നമ്മുടെ സഹധർമ്മിണി, അവരുടെ ധർമ്മം. ഓക്കെ. ഇപ്പോഴത്തെ ധർമ്മത്തെ കുറിച്ച് പറയുന്നില്ലേ? മറുഭാഗത്തിന്റെ ധർമ്മത്തെ കുറിച്ച് പറയില്ല. അത് തന്നെ പറയുന്നത്. ഞാനും അത് ചോദിക്കാൻ വേണ്ടി പോവായിരുന്നു, ആ ധർമ്മത്തിനെ പറ്റി എഴുതിനോ? അല്ല, രണ്ടുപേർക്കും ആധികാരികമായ രീതിയിൽ ധർമ്മത്തോടെ ചെയ്യാൻ പറ്റുന്ന ആളാണ് വീട്ടിലെ സ്ത്രീ. അതുകൊണ്ടായിരിക്കാം. അതിന്റെ മുഖവരം ഒന്ന് പറയാം സാർ. അതിന്റെ മുഖവരം ഇത്രേ പറയുന്നുള്ളൂ: ഗൃഹസ്ഥാശ്രമ ധർമ്മം പരിപൂർണതയിൽ എത്തണമെങ്കിൽ ഗുണവതിയായ കുലപത്നിയുടെ സംസ്കാര സുരഭിലമായ സഹകരണം കൂടി ഉണ്ടായേ കഴിയൂ. സ്വാതന്ത്ര്യമുള്ള സ്ത്രീയാണെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ? ആ കുലപത്നി എന്തൊക്കെയായ കാര്യങ്ങൾ ഈ അധികാരത്തിൽ പ്രസ്താവിക്കുന്നു. അടുത്തത് യെസ്, അത് തന്നെയാണ്. ഒരു ഗൃഹസ്ഥാശ്രമം ശക്തിയായിട്ട് ആചരിക്കപ്പെടണമെങ്കിൽ അതിന് പുറകിൽ നിൽക്കുന്ന ആ വലിയ വ്യക്തിയെ കുറിച്ചാണ് അടുത്ത ആഴ്ച പറയാൻ. അല്ല, ഒന്ന് വേണമെങ്കിൽ ആദ്യത്തെ ഒരു ഇത് പറഞ്ഞു. കണവന്റെ ചെലവിടും ഗുണമാർന്ന കുലപത്നി വാഴ്വിന് തുണയാം. ഒറ്റ ഇതിൽ മനസ്സിലായി. എല്ലാ പുരുഷന്മാരുടെ പുറകിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന പോലെ അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അല്ലാത്തവരാരും വിജയിക്കാറില്ല എന്നും പറയും. ആ വരവിനെ കണക്കാക്കിയുള്ള ചെലവിടുന്ന ആ ഗുണം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ തുണയായിട്ട്. ഓക്കെ സാർ, താങ്ക്സ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് കണ്ണൻ സാറിന്റെ, വൈസ് അഡ്മിറൽ കണ്ണൻ സാറിന്റെ ക്ലാസ് ആണ്. നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഗുണങ്ങൾ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലേക്ക് കൂടുതൽ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ള റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ ടോപ്പിക്കും റിസർച്ച് ഓറിയന്റഡ് ആണ്. അപ്പൊ നാളെ വൈകുന്നേരം എല്ലാവരും നേരത്തെ വരണം. 7 മണി 7:05 ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഒരിക്കൽ കൂടി മോഹൻദാസ് സാർ. അടുത്ത ആഴ്ച നമ്മളുടെ വാമഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വീണ്ടും കൂട്ടിച്ചേരാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. താങ്ക് യു.
ബൈ, ഗുഡ് നൈറ്റ്. Bye. See you.